കേന്ദ്ര അവഗണനയ്ക്കെതിരായ കർണാടക സർക്കാരിന്റെ ദില്ലി സമരം അല്പസമയത്തിനകം തുടങ്ങും. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിനെതിരായ കേരളത്തിന്റെ ദില്ലി സമരം നാളെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ദില്ലിയിലെത്തി. കേന്ദ്ര നയങ്ങൾക്കെതിരായ സമരം കേരളത്തിലെ ജനങ്ങളുടെ വികാരമാണെന്ന് ഇ.പി. ജയരാജൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരായി കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക്, കേരള ജനതയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന സർവമാന ജനങ്ങളുടെയും വികാരമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമർപ്പിക്കുന്നത്. സമരത്തിന് വേണ്ടിയിട്ടുള്ള സമരമല്ലിത്. ഇത് കേരള ജനതയെ അങ്ങേയറ്റം അപഹസിക്കുകയാണ്. കേരള ജനതയോട് പ്രതികാരാത്മകമായിട്ട് പെരുമാറുകയാണ്. കേരളത്തിൻ്റെ വികസനത്തെ മുരടിപ്പിക്കുകയാണ്. കേരളത്തിന് അർഹമായ പണം തരാതിരിക്കുകയാണ്. നിവേദനങ്ങളും കാര്യങ്ങളുമൊക്കെ സമർപ്പിച്ചിട്ടും അതിന് ന്യായം പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുക. കൂടുതൽ വിവരങ്ങളുമായി നോബൽ മാരിക്കാരനും ആർ ശ്രീജിത്തും നമുക്കൊപ്പം. ആദ്യം നമുക്ക് കർണാടകയുടെ സമരത്തിലേക്ക് പോകാം. നോബൽ മാരിക്കാരൻ, കർണാടകയുടെ സമരത്തിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാരും പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ കൊടിക്കുന്നിൽ സുരേഷ് എം പി റിപ്പോർട്ടറിലൂടെ കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് സമരത്തിന് പദ്ധതിയിട്ടിരിക്കുന്നത്? എല്ലാവരും എത്തിക്കഴിഞ്ഞോ അവിടെ? സുജയ, ജന്തർ മന്ദിറിലാണ് സമരം നിശ്ചയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ, എം.എൽ.എമാർ, എം.എൽ.സിമാർ അടക്കമുള്ളവർ അങ്ങോട്ട് എത്തും. പിന്നാലെയാണ് കേന്ദ്രത്തിനെതിരായ കർണാടകയുടെ സമരം ആരംഭിക്കുന്നത്. പ്രധാനമായും കേന്ദ്ര അവഗണന തന്നെയാണ് കർണാടക ഉയർത്തിപ്പിടിക്കുന്നത്. കോൺഗ്രസ് സർക്കാർ അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു സഹായവും സംസ്ഥാനത്ത് ലഭിക്കുന്നില്ല എന്നാണ് ആരോപണം. മൊത്തം 62,000 കോടി രൂപയുടെ നഷ്ടം കേന്ദ്ര ഇടപെടൽ കൃത്യമായി ഉണ്ടാകാത്തതുകൊണ്ട് സംസ്ഥാനത്തിന് ഉണ്ടായി എന്ന ഗുരുതര ആരോപണം സിദ്ധരാമയ്യ അടക്കമുള്ളവർ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ കടുത്ത വരൾച്ചയുടെ സംസ്ഥാനം കടന്നുപോയിട്ടും കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് ഒരു സഹായവും ലഭിച്ചില്ല എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. 28 എംപിമാരിൽ 27 എംപിമാർ ബി.ജെ.പിയുടെ എംപിമാരാണ്. സംസ്ഥാനത്തിന് വേണ്ടി അവർ ഒന്നും ചെയ്യുന്നില്ല എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. എന്താണെങ്കിലും ഇന്നിപ്പോൾ ജന്തർ മന്ദിർ നടക്കുന്ന സമരത്തിന് വലിയ രീതിയിൽ തന്നെ കോൺഗ്രസ് ദേശീയ നേതാക്കളെ ഉൾപ്പെടെ അണിനിരത്താനുള്ള നീക്കമാണ് കർണാടകയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവും ഒപ്പം കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ കൂടിയാണ്. കേരളത്തിലുള്ള എംപിമാർ ഉൾപ്പെടെ അതിൽ പങ്കെടുക്കും എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യം, അതായത് കേരളത്തിന്റെ സമരം നാളെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആ സമരത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല. അതിനെ അവർ വ്യാഖ്യാനിക്കുന്നത് 7 വർഷമായി പിണറായി വിജയന്റെ സർക്കാരാണ് സംസ്ഥാനത്ത് ഉള്ളത്, ആ സർക്കാർ വലിയ ദൂർത്ത് സംസ്ഥാനത്ത് നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് എന്താണെങ്കിലും ഇതിൽ പങ്കെടുക്കേണ്ട എന്ന നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം കർണാടകയിലാണെങ്കിൽ ഒരു വർഷത്തിൽ താഴെ മാത്രമാണ് സർക്കാർ എത്തിയിട്ട് ആയിട്ടുള്ളൂ. അതേസമയം കർണാടകയിലെ സർക്കാരിനെ കേന്ദ്രം അവഗണിക്കുന്നു എന്നും കോൺഗ്രസ് എംപിമാർ പറയുന്നു. എന്താണെങ്കിലും അല്പസമയത്തിനകം സമരം ആരംഭിക്കും. വലിയ രീതിയിലുള്ള സ്റ്റേജ് ഉൾപ്പെടെ ഒരുങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും ഒരുപക്ഷെ നാളത്തെ കേരളത്തിലെ സമരം ഈ സ്റ്റേജിൽ തന്നെ നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു വശത്ത് സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വം സമരത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുമ്പോഴാണ് അതേ കേന്ദ്ര സർക്കാരിന് എതിരെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക പ്രതിഷേധവുമായി ദില്ലിയിലെ ജന്തർ മന്ദിറിലേക്ക് എത്തുന്നത്. അതും കേരളം നാളെ സമരം നടത്താനിരിക്കുമ്പോൾ അത് തൊട്ട് തലേദിവസം ഇന്ന് സമരം നടത്തുന്നു എന്ന പ്രത്യേകത കൂടി ഉണ്ട്. എന്താണെങ്കിലും രാഷ്ട്രീയമായി കോൺഗ്രസിനെ വലിയ തന്നെ പ്രതിരോധത്തിൽ ആക്കുന്നതാണ് കർണാടകയുടെ സമരം കേരളത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, എം.എൽ.എമാർ, അതോടൊപ്പം തന്നെ എൽ.ഡി.എഫിലെ എംപിമാർ അടക്കമുള്ളവരെല്ലാം ദില്ലിയിൽ ഉണ്ട്. നാളെ രാവിലെ 11 മണിക്ക് കേരള ഹൗസിൽ നിന്ന് ജന്തർ മന്ദിറിലേക്ക് പ്രകടനമായി പോയായിരിക്കും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രിമാരും ഈ സമരത്തിന്റെ വലിയ പ്രതിഷേധം, പ്രത്യേകിച്ച് ദേശീയ നേതാക്കളുടെ ഉൾപ്പെടെ പിന്തുണ സമരത്തിന് കിട്ടിയൊരു സാഹചര്യം ഉണ്ട്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ അതോടൊപ്പം തന്നെ DMK പങ്കെടുക്കുമെന്ന് M.K. സ്റ്റാലിൻ നേരെ കത്തിലൂടെ അറിയിച്ചു. അത്തരത്തിൽ ദേശീയ തലത്തിൽ NCP ആണെങ്കിൽ പോലും NCP കേരളത്തിൽ ഇടതുപക്ഷത്തിനൊപ്പമാണ് നിൽക്കുന്നത്. NCP അധ്യക്ഷൻ ശരത് പവാർ പങ്കെടുക്കുമെന്ന പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. നോബൽ മാരിക്കാരൻ, ഇതിന്റെ കണക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കർണാടക സർക്കാരിന്റെ ചലോ ഡൽഹിയിലേക്ക് മന്ത്രിമാരും എംപിമാരും MLA-മാരും MLC-മാരും അടക്കം 169 ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നുവെന്നാണ് സർക്കാർ തന്നെ വ്യക്തമാക്കുന്നത്. ഇതിൽ ഡൽഹി ചലോ 11 മണിക്ക് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ് ഈ സമരം. ദേശീയ ശ്രദ്ധയിലേക്ക് സമരത്തെ കൊണ്ടുവരിക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിനോട് ഇടതുപക്ഷത്തിന്റെ ഒരു സമീപനം എന്താണ്? കർണാടക നടത്തുന്ന സമരം അല്ലെങ്കിൽ കർണാടക സർക്കാർ നടത്തുന്ന സമരത്തോടുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു സമീപനം എന്താണ്? സുജയ, ഇതിൽ E.P. ജയരാജൻ അടക്കമുള്ളവർ നമ്മൾ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് കേരളം പറയുന്ന കാര്യം അതേപടി ശരിവെക്കുന്നതാണ് കർണാടകയുടെ പ്രതിഷേധം എന്നുള്ളതാണ്. കേരളം പറയുന്നത് സംസ്ഥാനത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ്. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വമാണെങ്കിൽ അതിനോട് എതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതേസമയം കർണാടക സർക്കാർ കേരളം നടത്തുന്ന തലേ ദിവസം ഇതേപോലൊരു സമരം ദില്ലിയിൽ നടത്തുകയും ചെയ്യുന്നു. കേരളത്തിന്റെ വാദങ്ങളെ പൂർണ്ണമായും കർണാടക അംഗീകരിക്കുന്നു എന്ന നിലപാടാണ് ഇടതുപക്ഷം ഇക്കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ സംസാരിച്ച ഓരോ നേതാക്കളും, പ്രത്യേകിച്ച് ഇന്നലെ GR അനിൽ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അവരെല്ലാവരും പങ്കുവച്ച ഇതേ ഒരു വികാരം തന്നെയാണ്. അതോടൊപ്പം തന്നെ തമിഴ്നാടാണെങ്കിലും അതോടൊപ്പം മമതാ ബാനർജിയുടെ
പശ്ചിമ ബംഗാൾ ആണെങ്കിലും ഒക്കെ സമാനമായ നിലപാടാണ് പങ്കുവയ്ക്കുന്നത് എന്ന് ഇടതുപക്ഷവും LDF-ഉം ഒപ്പം CPM ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നു. അത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പൂർണ്ണമായും അവഗണിക്കുകയും സാമ്പത്തികമായി ഞെരുക്കുകയും ചെയ്യുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ സമരത്തിന് കൂടുതൽ പിന്തുണ ലഭിക്കും എന്ന പ്രതീക്ഷ കൂടി നേതാക്കൾ പങ്കുവയ്ക്കുകയാണ്. എന്താണെങ്കിലും കോൺഗ്രസിനെതിരെ സംസ്ഥാനത്ത് ഈ കർണാടകയുടെ സമരം വലിയ തന്നെ ആയുധമാക്കും ഇടതുപക്ഷം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഇതിനോടകം തന്നെ ജനപക്ഷമല്ല പ്രതിപക്ഷം എന്ന നിലപാട് EP ജയരാജൻ അടക്കം റിപ്പോർട്ടിനോട് പങ്കുവയ്ക്കുകയും ചെയ്തു. അത്തരത്തിൽ കോൺഗ്രസിനെ ആയിരിക്കും ഇനിയിപ്പോൾ സംസ്ഥാനത്ത് ഇതിൽ വലിയ രീതിയിൽ തന്നെ പ്രതിക്കൂട്ടി നിർത്താൻ ഇടതുപക്ഷം പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കർണാടകയിലെ സമരം സംസ്ഥാനത്ത് കോൺഗ്രസിന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, 5 വർഷം കൊണ്ട് 1,87,000 കോടിയുടെ നഷ്ടമാണ് കർണാടക സർക്കാരിന് 15ാം ധനകാര്യ കമ്മീഷന് കീഴിൽ ഉണ്ടായത് എന്നതാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത്. കണക്കുകൾ ചൂണ്ടിക്കാട്ടി അവരുടെ സമരം തുടങ്ങാൻ പോവുകയാണ്. കണക്കുകളിലേക്ക് നമുക്ക് എത്താം നോബിൾ. കേരളത്തിന്റെ സമരത്തിനുള്ള ഒരുക്കങ്ങൾ എവിടെ വരെ എത്തിയെന്ന് നോക്കാം. ആർ ശ്രീജിത്ത് നമുക്കൊപ്പമുണ്ട്. ആർ ശ്രീജിത്ത്, സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഈ സമരത്തിലേക്ക് വരുമ്പോൾ അതിൽ ഇന്ന് സമരം ചെയ്യുന്ന കർണാടക സർക്കാരിന്റെ ആധിപത്യം അത് കോൺഗ്രസിനാണ്. ആ കോൺഗ്രസ് നാളത്തെ സമരത്തിനില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ദില്ലിയിലേക്ക് എത്തുന്നു. മുന്നൊരുക്കങ്ങൾ എങ്ങനെ നമ്മുടെ സമരത്തിന്റെ? സുജിയ, നാളെ രാവിലെ 11 മണിക്ക് ജന്തർ മന്ദറിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് കേരളത്തിന്റെ കേന്ദ്രവിരുദ്ധ സമരം. സമരത്തിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാർ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി രാത്രിയോട് തന്നെ ഡൽഹിയിലെത്തി. ബാക്കിയുള്ള മന്ത്രിമാരും ജനപ്രതിനിധികളും ഡൽഹിയിൽ ഇന്ന് ഉച്ചയോടുകൂടി എത്തിച്ചേരും. എല്ലാവരും സ്വന്തം കയ്യിലെ പണം മുടക്കി എത്തിച്ചേരണം എന്നാണ് മന്ത്രിമാരോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് TADA ഒന്നും ഈ ഡൽഹിയിലെ സമരയാത്രയ്ക്ക് വാങ്ങരുതെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണമെടുത്തുള്ള ഒരു സമരപരിപാടിയല്ല സമരത്തിന് യാത്ര ചെയ്യുന്ന മന്ത്രിമാരും മറ്റും നടത്തുന്നതെന്നാണ് ഇതിലൂടെ വ്യക്തമാക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നത്. നാളെ നടക്കുന്ന ഈ സമരത്തിലേക്ക് നേരത്തെ നോബൽ മാരിക്കാരൻ റിപ്പോർട്ട് ചെയ്തതുപോലെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനും അപ്പം തന്നെ DMK നേതാക്കന്മാരും ഒക്കെ തന്നെ പങ്കെടുക്കും. BJP ഇതര സർക്കാരുകളെയെല്ലാം ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം കൊണ്ട് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സമരപരിപാടിയായി ഇത് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമരത്തിൻ്റെ കാര്യകാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. ദേശീയ മാധ്യമങ്ങളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനമാണ് ആലോചിക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളും മറ്റും നടന്നു വരുന്നു. എന്തായാലും കേരളത്തെ ഉപരോധ സമാനമായ രീതിയിൽ ഞെരുക്കിക്കൊണ്ട് കേരളത്തിൻ്റെ വികസന സാധ്യതകളെയും ഭാവി തലമുറയെ അവതാളത്തിലാക്കുന്ന നടപടികളിലേക്കും കേന്ദ്ര സർക്കാർ തള്ളിവിടുകയാണ് എന്നാണ് ഇതിലൂടെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അത് ധനകാര്യ കമ്മീഷന്റെ വിഹിതമാണെങ്കിലും ഗ്രാന്റുകൾ നൽകുന്ന കാര്യത്തിലാണെങ്കിലും മറ്റ് സാമ്പത്തിക സഹായത്തിൻ്റെ കാര്യത്തിലും കേരളത്തിനോട് വലിയ തോതിൽ വിവേചനം കാട്ടുന്നുവെന്ന് കണക്കുകൾ നിരത്തിക്കൊണ്ട് സമർത്ഥിക്കാനാണ് സർക്കാർ ഈ സമരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതുവഴി രാജ്യത്തിൻ്റെ ആകെ ശ്രദ്ധ ആകർഷിക്കാനും കേന്ദ്ര സർക്കാരിനെതിരെ മേൽ ഒരു ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം ഉയർത്തിക്കൊണ്ടുവരാനും കേരള സർക്കാർ ആഗ്രഹിക്കുന്നു. ശ്രീജിത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രീ സൂചിപ്പിച്ചത്. ഇന്നിപ്പോൾ കർണാടകയുടെ സമരം നടക്കുന്നു. അതിലേക്ക് വലിയ പങ്കാളിത്തം ഉറപ്പാക്കാനായി കേരളത്തിൽ നിന്നുള്ള MP-മാരടക്കം പങ്കെടുക്കുന്ന തരത്തിലേക്ക് DK ശിവകുമാർ അത് കൃത്യമായി ആസൂത്രണം ചെയ്യുന്നുണ്ട്. നാളെ കേരളത്തിന്റെ സമരം നടക്കാനിരിക്കുന്നു. ഇതിനിടയിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് ബസവരാജ് രായറെഡ്ഡി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് തുല്യ നികുതി വിഹിതം, വികസന ഫണ്ടുകൾ ഇതൊക്കെ ഉറപ്പാക്കാനായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു സാമ്പത്തിക കൂട്ടായ്മ രൂപീകരിക്കേണ്ടതുണ്ട്. അതേക്കുറിച്ചുള്ള കൂടിയാലോചനകൾ നടക്കുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഡൽഹിയിൽ ഇന്നും നാളെയുമായി 2 സംസ്ഥാനങ്ങളുടെ സമരങ്ങൾ നടക്കുകയാണ്. അങ്ങനെയുള്ള കൂടിയാലോചനകൾക്ക് ഒരു സാധ്യത കൂടി ഡൽഹി വേദിയാക്കിക്കൊണ്ട് ഈ ഘട്ടത്തിൽ തെളിയുന്നുണ്ടോ ശ്രീജിത്ത്? കേരളത്തിലെ കോൺഗ്രസ് മാത്രമാണല്ലോ ഇടഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ മാറി നിൽക്കുന്നത്. അവർ ഇന്നത്തെ സമരത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. സുജിയ, ഈ കേരളത്തിൻ്റെ കേന്ദ്രവിരുദ്ധ സമരത്തിലൂടെ ഉരുത്തിരിയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഫലസൂചനയാണ് ഇപ്പോൾ സുജിയ സൂചിപ്പിച്ചത്. കേരളം തന്നെയാണ് ആദ്യം ഇത്തരം ഒരു കൂട്ടായ്മയ്ക്ക് മുൻകൈയെടുത്തത്. BJP ഇതര സംസ്ഥാനങ്ങളുടെ ആകെ തന്നെ ഒരു കൂട്ടായ്മയ്ക്ക് കേരളം ആഗ്രഹിച്ചു. ആ മുൻകൈയിലാണ് കേന്ദ്രവിരുദ്ധ സമരത്തിനായി കേരളം ഇറങ്ങിപ്പുറപ്പെട്ടത്. കർണാടകയും മറ്റും സമരം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കേരളം സമരം പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നു. ഇതര സംസ്ഥാനങ്ങളെ ഇത്തരം കാര്യങ്ങൾ പ്രതിഷേധിക്കേണ്ട ആവശ്യകത ചൂണ്ടിക്കാണിച്ച് അവർക്ക് കത്ത് നൽകി. ഈ ഒരു ഇടപെടൽ കേരളം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിന് തമിഴ്നാട് സർക്കാരുമായിട്ടും കർണാടക സർക്കാരുമായിട്ടും മികച്ച ആശയവിനിമയമുണ്ട്. തെലങ്കാന സർക്കാരിനെ കൂടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു മുഖ്യമന്ത്രി ഇതേപ്പറ്റിയുള്ള പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ നടത്തിയേക്കുമെന്ന് പറയുന്നു. കർണാടക സർക്കാർ സംസ്ഥാന സർക്കാരുമായി ആശയവിനിമയം നടത്തുകയാണെങ്കിൽ അതിന് രാഷ്ട്രീയം ഒരു തടസ്സമാകില്ല. എന്നാൽ അതിലൂടെ പ്രതിരോധത്തിലാവാൻ പോകുന്നത് കേരളത്തിലെ കോൺഗ്രസ് MLA-മാരും കോൺഗ്രസ് നേതൃത്വമാണ്. CPM സർക്കാരുമായി ഒന്നിച്ച് ഒരു സമരത്തിനില്ല എന്നൊരു ശാഠ്യം നിറഞ്ഞ നിലപാടാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. അതിനവർക്ക് രാഷ്ട്രീയ കാരണങ്ങൾ
തീരുമാനങ്ങളുണ്ടാകാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ സാധ്യതകളെ ബാധിക്കുന്ന വിഷയം കൂടിയായിരിക്കാം. എന്തായാലും ഇത്തരത്തിൽ കോൺഗ്രസിനെ കുറച്ചുകൂടി രാഷ്ട്രീയമായി പ്രതിരോധത്തിലേക്ക് തള്ളിവിടുന്ന ഒരു നീക്കമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ തന്നെ ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. ആർ ശ്രീജിത്ത് വിവരങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുകയായിരുന്നു. ഒപ്പം